ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കി വന്ന ചോറ് കൊണ്ട് നമുക്ക് 4 മണിക്ക് അടിപൊളി ഒരു 4 മണി പലഹാരം തയ്യാറാക്കിയെടുക്കാം. ഏത് തരം ചോറ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. 1 കപ്പ് ചോറിലേക്ക് പുഴുങ്ങിയ ഒരു ഉരുളക്കിഴങ്ങും ഒരു സവാള ചെറുതായിട്ടരിഞ്ഞ കുറച്ച് കറിവേപ്പിലയും ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും എരിക്ക് ആവശ്യമായ ചില്ലി ഫ്ലേക്സും വറുത്ത 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട, ഇതേപോലെ കിട്ടണം. പിന്നെ കുറച്ച് വറുത്ത അരിപ്പൊടി വേറെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓരോ ഉരുളകളാക്കി ചെറിയ ബോൾസാക്കി എടുത്ത് ഈ അരിപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്ത് തിളച്ച എണ്ണയിൽ വറുത്തെടുത്താൽ മതി. ഒരുപാട് അരിപ്പൊടി കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളപ്പം നമ്മൾ കുഴയ്ക്കുന്ന സമയം അരിപ്പൊടി കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ കുറച്ചേറെ അരിപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഒരല്പനേരം വെച്ചതിന് ശേഷം വറുത്തെടുത്താൽ പൊട്ടിപ്പോകാതെ കിട്ടും. ഞാൻ എടുത്തത് കുറച്ച് പൊടിഞ്ഞിട്ടുണ്ട്, എങ്കിലും അടിപൊളി ടേസ്റ്റാണ്. ഞാൻ തക്കാളി ചമ്മന്തി കൂട്ടിയാണിത് കഴിക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണാം. അതുവരെയും ബൈ ബൈ.